ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ഒരുക്കിയ കുടുംബത്തിൽ പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച്, ദൈവത്തിന്റെ വചനം അനുസരിച്ച് വിശ്വസ്തയോടെ നിൽക്കുക. അപ്പോൾ നീ എന്ന കുടുംബനാഥ അനുഗ്രഹമായിട്ട് മാറും. ഇന്ന് നമ്മൾ അനുഗ്രഹമാകുന്നില്ല. കാരണം പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പദ്ധതി നടക്കുന്നില്ല. ഏത് ഭർത്താവാണ്, ഏത് അപ്പനാണ്, ഏത് മാതാപിതാക്കളാണ് മക്കൾക്ക്, കുടുംബത്തിന്, ജീവിത പങ്കാളിക്ക് അനുഗ്രഹമായിട്ട് മാറുന്നത്? ഈ വചനമെടുത്ത് നിങ്ങൾ മുഴുവനും വായിക്ക്. ദൈവിക പദ്ധതിക്ക് വിധേയപ്പെടുന്നവര് അനുഗ്രഹമായിട്ട് മാറും. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി, സ്വരം ഉയർത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പദ്ധതിക്ക് വിധേയപ്പെടുമ്പോൾ, ഒരു വ്യക്തി ദൈവത്തിന്റെ പദ്ധതിയുടെ മുമ്പിൽ മുട്ടിന്മേൽ നിൽക്കുമ്പോൾ, ഒരു വ്യക്തി ദൈവത്തിന്റെ പദ്ധതിയുടെ മുമ്പിൽ കൈനീട്ടി നിൽക്കുമ്പോൾ സംഭവിക്കുന്ന 3 കാര്യങ്ങളാണ് യോർദാനിൽ ഈശോയിൽ സംഭവിച്ചത്. ഒന്ന്, ഈശോയുടെ തലയ്ക്ക് മുകളിൽ പിതാവ് സ്വർഗം തുറന്നു കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗം തുറന്നു കൊടുത്തു. ഈശോയുടെ ശിരസിന് മുകളിൽ പിതാവ് സ്വർഗം തുറന്നു. പ്രിയപ്പെട്ടവർ, ഈശോ വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ ഇതാ ഈശോയുടെ ശിരസിന് മുകളിൽ സ്വർഗം തുറക്കപ്പെട്ടു. ഇതാ സ്വർഗം തുറക്കപ്പെടും. സ്വർഗം തുറക്കപ്പെടുന്നു എന്ന് വെച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. സ്വർഗീയ അനുഭവം, സ്വർഗീയ വരദാനങ്ങൾ, സ്വർഗീയ വാഗ്ദാനങ്ങൾ കുടുംബത്തിൽ ലഭിക്കും. എപ്പോൾ? ഒന്ന്, ഈശോയുടെ ഇഷ്ടത്തിന് വിധേയപ്പെടുമ്പോൾ ലഭിക്കുന്ന ഒന്നാമത്തെ അനുഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ മുകളിൽ സ്വർഗം തുറക്കപ്പെടും. ഹല്ലേലൂയ. സ്വർഗത്തിന്റെ കൃപ കിട്ടിയ കുടുംബങ്ങൾ, ഹല്ലേലൂയ, സ്വർഗത്തിന്റെ ചൈതന്യം കിട്ടിയ കുടുംബങ്ങൾ നമ്മൾ കാണാറില്ല. ചില വ്യക്തികളെ, അവരുടെ കുടുംബം എന്താ സന്തോഷം, എന്താ അനുഭവം. പ്രിയപ്പെട്ട ചില വ്യക്തികൾ അവർ പ്രാർത്ഥിച്ചാൽ ഉത്തരവുണ്ട് പ്രിയപ്പെട്ടവരെ. കാരണം അവർ ദൈവത്തിന്റെ പദ്ധതിക്ക് വിധേയപ്പെടുന്നവര്. അവർ കരമുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ പ്രിയപ്പെട്ടവർ അത്ഭുതം നടക്കും. ആ അമ്മ, ആ അപ്പൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇടപെടും. കാരണം അവർ ദൈവത്തിന്റെ പദ്ധതിക്ക് വിധേയപ്പെട്ടവരാ. ദൈവത്തിന്റെ പദ്ധതിക്ക് വിധേയപ്പെട്ട ഒരു അപ്പനും അമ്മയും, ദൈവത്തിന്റെ പദ്ധതിക്ക് വിധേയപ്പെട്ട 2 പേര് ദാമ്പത്യ ജീവിതം കുടുംബത്തിൽ നയിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ കുടുംബത്തിൽ സ്വർഗം തുറക്കപ്പെടുമെന്ന്. ഹല്ലേലൂയ. ഞാനൊരു പുരോഹിതനാണെങ്കിൽ, ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിധേയപ്പെട്ട് നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ നിൽക്കുന്ന ഇടങ്ങളിൽ, ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന ഇടങ്ങളിൽ സ്വർഗം തുറക്കപ്പെടുമെന്ന്. അപ്പോ ഇവിടെയാണ് നമ്മൾ ഓർക്കേണ്ടത്, നമ്മുടെ കുടുംബത്തിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. സ്വർഗത്തിന്റെ വരദാനങ്ങൾ, സ്വർഗീയ ദാനങ്ങൾ കുടുംബം സ്വീകരിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, പിതാവേ, ഞാൻ എന്ത് ചോദിച്ചാലും നീ തരും. കാരണം ഞാൻ നിനക്ക് ഇഷ്ടമുള്ളത് മാത്രം ചെയ്യുന്നു. വലതുകരം ഉയർത്തി, സ്വരം ഉയർത്തി. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സ്വർഗീയ അനുഭവം, സ്വർഗീയ ദാനങ്ങൾ, സ്വർഗീയ കൃപ ലഭിക്കാത്തതിന് കാരണം എന്താ? പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ ദൈവത്തിന്റെ പദ്ധതിക്ക് വിധേയപ്പെട്ടല്ല പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ പറഞ്ഞു, ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ഈശോ പറഞ്ഞില്ലേ, നിങ്ങൾ എന്ത് ചോദിച്ചാലും ലഭിക്കും. അതുകൊണ്ട് ചിലർ പറയും, ഞങ്ങൾ പ്രാർത്ഥിച്ചൊന്നും കിട്ടുന്നില്ലല്ലോ. പക്ഷെ ഈശോ ഒരു ട്രാപ്പാ തന്നത്. ഈശോ എന്ത് ചോദിച്ചാലും കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷെ അതിനു മുമ്പ് ഈശോ പറഞ്ഞു, എന്ത് പറഞ്ഞു? നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക, സ്വർഗ്ഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഭർത്താവ്, ഒരു ഭാര്യ, ഒരു കുടുംബം, പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ഹിതത്തിന് വിധേയപ്പെട്ട് നിൽക്കുമ്പോൾ ആ കുടുംബത്തിൽ സ്വർഗം തുറക്കപ്പെടും. ആ കുടുംബത്തിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ട്. ആ കുടുംബം അനുഗ്രഹിക്കപ്പെടും. വലതുകരം ഉയർത്തി, സ്വരം ഉയർത്തി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് നമ്മൾ ഓർക്കേണ്ടത്, നമ്മുടെ കുടുംബത്തിൽ, എന്നിലൂടെ എൻ്റെ കുടുംബത്തിൽ സ്വർഗം തുറക്കപ്പെടണം. ഞാൻ നിൽക്കുന്നത് കൊണ്ട് എൻ്റെ കുടുംബത്തിൽ സ്വർഗം തുറക്കപ്പെടണം. ഞാൻ നിൽക്കുന്നത് കൊണ്ട് എൻ്റെ കുടുംബത്തിൽ ദൈവത്തിന്റെ ഇടപെടലുണ്ടാകണം. ഹല്ലേലൂയ. അത് പ്രിയപ്പെട്ടവരെല്ലാവരിലൂടെ ഉണ്ടാകുകയില്ല, അതെല്ലാവരിലൂടെയും ഉണ്ടാകില്ല. അത് പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്ന വ്യക്തികളിലൂടെ അതുണ്ടാകും. അത് ദൈവത്തിന്റെ പദ്ധതിക്ക് വിധേയപ്പെടുന്ന വ്യക്തികളിലൂടെ അതുണ്ടാകും. ദൈവത്തിന്റെ പദ്ധതിക്ക് വിധേയപ്പെടുന്ന വ്യക്തികളിലൂടെ സ്വർഗം തുറക്കപ്പെടും. മോശ ദൈവത്തിന്റെ പദ്ധതിക്ക് വിധേയപ്പെട്ടപ്പോഴാണ് മോശ വടി നീട്ടുമ്പോൾ ചെങ്കടൽ മുറിയുന്നത്. പ്രിയപ്പെട്ടവരെ, മോശ ദൈവത്തിന്റെ പദ്ധതിക്ക്, ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിധേയപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മണിക്കൂറിൽ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാനെന്ന ഭർത്താവ്, ഞാനെന്ന ഭാര്യ, ഞാനെന്ന കുടുംബനാഥൻ കുടുംബത്തിൽ നിൽക്കുമ്പോൾ എൻ്റെ കുടുംബത്തിന്റെ മുകളിൽ ദൈവം സ്വർഗം തുറക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇല്ലെങ്കിൽ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് എൻ്റെ കുടുംബത്തിന്റെ മേൽ പരിശുദ്ധാത്മ ക്രമീകരണം കടന്നു വരുന്നില്ല എങ്കിൽ
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: നമ്മൾ ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ചല്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരപ്പനും അമ്മയും കണ്ടു. പ്രിയപ്പെട്ട ഒരപ്പനും അമ്മ, അവൻ്റെ മകൻ പഠിക്കാൻ വേണ്ടി അവൻ വിദേശത്ത് പോയി. അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു, അവന് ജോലി മേഖലയ്ക്ക് വേണ്ടി പോയതാണ്. പക്ഷെ പഠനമൊക്കെ കഴിഞ്ഞു, അവന് കിട്ടുമെന്ന് പറഞ്ഞാൽ ജോലി കിട്ടുന്നില്ല. ഈ പയ്യന് വലിയ ദുഃഖമായി. അപ്പോൾ ഈ അപ്പനും അമ്മയും പറയുന്ന കാര്യം ഇതാണ്: മോനെ, നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടാണ് നീ അങ്ങോട്ട് പോയത്. അപ്പോൾ ഇവൻ ചോദിക്കുന്നുണ്ട്, മമ്മി, നമ്മൾ പ്രാർത്ഥിച്ച് തെറ്റിപ്പോയോ? അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ നടക്കുക. ഞാൻ ഓർക്കുന്ന ഒരു പോപ്പുലേഷൻ ധ്യാനത്തിൽ ഞാൻ ഈ കുടുംബത്തെ കാണുന്നത്. ഒരു ഇൻ്റർവ്യൂ നടക്കുക. പ്രിയപ്പെട്ട അന്ന് വിശുദ്ധ കുർബാന, അന്ന് കുമ്പസാരം ദിവസം പോപ്പുലേഷൻ ധ്യാനത്തിൽ രാവിലെ 7 മണിക്ക് കുർബാന എഴുന്നള്ളിച്ചു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ പയ്യൻ്റെ ഇൻ്റർവ്യൂ 12 മണിക്കാണ്. 12 മണി സമയത്തെങ്ങാണ്ടുമാണ്. അപ്പോൾ ഈ അപ്പനും അമ്മയും എന്നോട് പറയുക, അച്ഛാ, ഇത് അവൻ്റെ അവസാനത്തെ ഒരു ശ്രമമാണ് അച്ഛാ. അവന് ഭയങ്കര ദുഃഖവും നിരാശയുമാണ്. പക്ഷെ ഞങ്ങൾ പറഞ്ഞു, മോനെ, നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചേ നടന്നിട്ടുള്ളൂ, നമ്മൾ പ്രാർത്ഥിക്കുക. ഈ അപ്പനും അമ്മയും ഉറപ്പോടെ. ഈ അമ്മ പറയുന്നത് വലിയ തീക്ഷ്ണതയോടെയാണ്. അവരൊരു അധ്യാപികയൊക്കെയാണ്, അപ്പന് നല്ല ജോലിയാണ്. ഞാൻ കാണേണ്ട കാര്യം ഇതാ, പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വച്ച നിമിഷം മുതൽ ആ വിശുദ്ധ കുർബാന അടക്കം ചെയ്തത് 3 മണിക്കാണ്. 3 മണി വരെ ഈ അപ്പനും അമ്മയും കരമുയർത്തി ഈ മകന് വേണ്ടി നിൽക്കുകയാണ്. വൈകുന്നേരം ഇവർ എന്നോട് വന്ന് പറഞ്ഞു, അച്ഛാ, ഞങ്ങൾ പറഞ്ഞില്ലേ ദൈവം ഇടപെടുമെന്ന്. അച്ഛാ, ഞങ്ങളുടെ മോന് ഇന്റർവ്യൂവിൽ സെലക്ഷൻ കിട്ടി. ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, അപ്പനും അമ്മയ്ക്കും ദൈവത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ, ദൈവത്തിന്റെ മുമ്പിൽ നിലവിളിക്കാൻ, ദൈവത്തിന്റെ മുമ്പിൽ കരമുയർത്താൻ ഒരു യോഗ്യതയുണ്ട്. ഞങ്ങൾ നിൽക്കുന്നത് ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ഒരു അപ്പൻ, ഒരു അമ്മ, ഒരു ഭർത്താവ്, ഒരു ഭാര്യ, ഒരു പുരോഹിതൻ, ഒരു സമർപ്പിത നിൽക്കുമ്പോൾ അവൻ നിൽക്കുന്നിടങ്ങളിൽ സ്വർഗം തുറക്കപ്പെടും. ഹല്ലേലൂയാ. അപ്പോ ദൈവത്തിന്റെ പദ്ധതി ഒരു ദൈവ പൈതൽ അനുസരിക്കുമ്പോൾ, യേശുവിലൂടെ പരിശുദ്ധാത്മാവ് നൽകുന്ന വെളിപ്പെടുത്തൽ, യേശുവിന്റെ ജ്ഞാനസ്നാനത്തിലൂടെ പരിശുദ്ധാത്മാവ് നൽകുന്ന വെളിപ്പെടുത്തൽ ഇതാണ്. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട മക്കളെ, അവിടെ സ്വർഗീയ അനുഭവം ഉണ്ടാകും. ഹല്ലേലൂയാ. നമ്മൾ കണ്ടിട്ടില്ലേ സ്വർഗീയ അനുഭവം ചില കുടുംബങ്ങളിൽ? എന്തുകൊണ്ടാണ് ചില കുടുംബങ്ങൾ സ്വർഗീയമായ അനുഭവത്തിൽ പോകുന്നത്? ചില വ്യക്തികൾ ദൈവത്തിൽ വിധേയപ്പെടുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, എനിക്കൊരു സഹോദരി, എനിക്ക് അവളോട് വലിയ ബഹുമാനം തോന്നി, വലിയ ഇഷ്ടം തോന്നി. കാരണം എന്താ അറിയാവോ? ഈ പെൺകുട്ടി വിവാഹം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നേഴ്സാകാൻ പഠിപ്പിക്കുന്ന ഒരു അധ്യാപിക. അപ്പോൾ ഇവളുടെ പഠനവും സ്റ്റുഡൻസുമായി ബന്ധപ്പെട്ട് ഇവളുടെ വിവാഹം കഴിഞ്ഞൊരു 3-4 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇവള് ഒരു പിള്ളേരുടെ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ ചെന്നു. എല്ലാ കാര്യങ്ങളും സിസ്റ്ററിനോട് ഷെയർ ചെയ്തു. ദാമ്പത്യ ജീവിതത്തിൽ കുഞ്ഞുങ്ങളില്ല, ഇങ്ങനെ പല കാര്യങ്ങളും ഷെയർ ചെയ്തു ഭർത്താവിന്. അപ്പോൾ ഇവളുടെ ഭർത്താവ് ഇവളും തമ്മിലുള്ള ഫോട്ടോ ഈ സിസ്റ്ററിനെ കാണിച്ചപ്പോൾ ഈ സിസ്റ്റർ ആകെ അവൾ പറഞ്ഞു, ഇതെൻ്റെ ഭർത്താവാണ്. അപ്പോൾ ഈ സിസ്റ്റർ പറഞ്ഞു, എൻ്റെ മോളെ. അപ്പോൾ സിസ്റ്റർ അത് വെളിപ്പെടുത്താതിരിക്കാൻ പറ്റില്ല. കാരണം ഇവരുടെ ഈ മെൻ്റൽ ഹോസ്പിറ്റലിൽ പ്രിയപ്പെട്ടവരെ 7 മാസം ട്രീറ്റ്മെൻ്റ് എടുത്ത പയ്യനാണ് ഇവളുടെ ഭർത്താവ്. 7 മാസം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ ആ മെൻ്റൽ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞതാണ്, വിവാഹം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പ്രിയപ്പെട്ടവരെ, അവൻ്റെ കൂടെ ജീവിക്കുന്ന പെൺകുട്ടി അവൻ കൊല്ലാൻ പോലുമുള്ള സാധ്യതയുണ്ട്. ഈ പെൺകുട്ടി അറിഞ്ഞു. കാരണം പെൺകുട്ടിയോട് വെളിപ്പെടുത്തേണ്ടി വന്നു. അപ്പോൾ ഇവൻ്റെ വീട്ടുകാർ അത് മറച്ചുവെച്ച് വിവാഹം നടത്തിയതാണ്. പണമുള്ളത് കൊണ്ട് മറച്ചുവെച്ച് വിവാഹം നടത്തി. ആ പെൺകുട്ടിയുടെ വീട്ടുകാർ അത്ര പണമുള്ളവരല്ല, എങ്കിലും കുഴപ്പമില്ല. പ്രിയപ്പെട്ടവർ, ഇവൾക്ക് ആകെ അസ്വസ്ഥയായി. കാരണം തന്നെ ചതിച്ചു എന്ന തോന്നല് ആഴത്തിൽ അവൾ മുറിവേറ്റു. കാരണം ഇവക്കറിയാം, ഇവളുടെ സ്വകാര്യ നിമിഷങ്ങളിൽ 3 പ്രാവശ്യം, ഇത്രയും നാൾ 4 വർഷം ജീവിച്ചപ്പോൾ 3 പ്രാവശ്യം ഇവൻ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ പുറമെ കാണുമ്പോഴും മറ്റ് സമയങ്ങളിലും വലിയ സ്നേഹവും പരിഗണനയും ഒക്കെയാണ്. ഇവൾ ആരോട് പറയും? ഇവളുടെ അമ്മയോട് പറഞ്ഞു. തീരുമാനം ഉടനെ ഉണ്ടായി, വേണ്ട, ഡിവോഴ്സ്. അച്ഛന്മാരോട് പറഞ്ഞു. അച്ഛന്മാരോട് പറയുമ്പോൾ ഇങ്ങനെ ഒരു രോഗമുണ്ടായിരുന്നു, അതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ട്, അതുകൊണ്ട് ആ രോഗം മറച്ചു വെച്ചത് കൊണ്ട് ആ വിവാഹം ഇൻവാൾവ് ആണ്, അസാധുവായിട്ട് കരുതാം.
കാരണം വിവാഹം നടത്താൻ പാടില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞ ഒരു വ്യക്തി വിവാഹം ചെയ്തു, അത് മറച്ചുവെച്ച് ചെയ്തു എന്നത് ഇൻവാൾവ് ആയിട്ട് അസാധുവാക്കാം. അങ്ങനെ ഇപ്പോൾ ധ്യാനത്തിന് വന്നു, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനത്തിന് വന്നു. പരിശുദ്ധാത്മാവ് ഇവനെ ഒരുക്കി, ഇവൻ മുറിയിൽ മുട്ടുകുത്തി ഇവളോട് കാര്യം പറഞ്ഞു, എനിക്കിങ്ങനെ സംഭവിച്ചു. ഇവന് മാനസിക വിഭ്രാന്തിയുള്ള പയ്യനാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ എൻ്റെ അടുത്ത് സംസാരിക്കാൻ വന്നു. ഞാൻ പറഞ്ഞു, ക്യാനൽ ലോ അനുസരിച്ച്, സഭയുടെ നിയമം അനുസരിച്ച് നിന്നോട് വൈദികർ സംസാരിച്ചു, രൂപതയുടെ കോർട്ട് സംസാരിച്ചു, മോൾക്ക് വിവാഹമോചനത്തിന് അല്ലെങ്കിൽ വിവാഹം അസാധുവാക്കാനുള്ള പ്രോസസ്സ് തുടരാം. ഇവൾ എന്നോട് പറഞ്ഞു, ഇവളെൻ്റെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഒരുപാട് പ്രാർത്ഥിച്ചിട്ട് അച്ഛാ ഞാൻ വിവാഹത്തിന് വേണ്ടി ആൾക്കാരുടെ മുമ്പിൽ നിന്നത്. എൻ്റെ മാതാപിതാക്കൾ അന്വേഷിച്ചു, ഈ അന്വേഷണത്തിലും ഈ പ്രാർത്ഥനയിലും ഇത് മാറിപ്പോയില്ലല്ലോ അച്ഛൻ. ഞാൻ പല നാൾ ഉപവാസമെടുത്തും കൊന്ത ചൊല്ലിയും പ്രാർത്ഥിച്ചു എൻ്റെ വിവാഹത്തിന് വേണ്ടി, ദൈവം നൽകുന്ന എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി. അച്ഛാ ഇത് മാറിപ്പോയില്ലല്ലോ. എൻ്റെ വീട്ടുകാരന്വേഷിച്ചു, അച്ഛാ ഇത് മാറിപ്പോയില്ലല്ലോ. അപ്പോൾ അച്ഛാ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഇത് ഈശോ തന്നതാണെങ്കിലോ? പ്രാർത്ഥിച്ചിട്ടും മാറിപ്പോകാത്തൊരു കാര്യം, അന്വേഷിച്ചിട്ടും അന്വേഷണത്തിൽ കണ്ടെത്താത്തൊരു കുറവ്, അച്ഛാ ഈശോ അനുവദിച്ചതാണെങ്കിൽ ഇന്ന് ഞാൻ ഉപേക്ഷിക്കുന്നത് അച്ഛാ ഈശോയുടെ ഇഷ്ടത്തിനെതിരല്ലേ? ശരിയാണ്, എൻ്റെ ഇഷ്ടവും എൻ്റെ വീട്ടുകാരുടെ ഇഷ്ടവും ഇത് തന്നെയാണ്. പക്ഷെ അച്ഛാ ഒരുപാട് കണ്ണുനീരോടെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് കിട്ടിയതായത്, അപ്പോൾ ഇത് ഈശോയുടെ ഇഷ്ടമല്ലേ? പ്രിയപ്പെട്ടവരെ, അവൾ ഇന്നും അവൻ്റെ കൂടെ ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, അവൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിധേയപ്പെട്ടത് കൊണ്ടല്ലേ അവരുടെ ദാമ്പത്യ ജീവിതം പുറമെ നിന്ന് കാണുന്നവർക്ക് തോന്നും വലിയ സന്തോഷമുണ്ട്. അവരൊരുമിച്ച് ജീവിക്കുന്നു, ഒരുമിച്ച് സന്തോഷിക്കുന്നു. ശരിയാണ്, അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ കുഞ്ഞുണ്ടാകില്ല എന്ന ഒരു കുറവ് തീർച്ചയായിട്ടുമുണ്ട്. പക്ഷെ ദൈവം അനുഗ്രഹിച്ചാൽ അതിൽ ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഒരു പക്ഷേ അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈശോ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതല്ലേ അച്ഛാ, എൻ്റെ ഇഷ്ടമല്ല, എനിക്ക് തീർച്ചയായിട്ടും എൻ്റെ കുടുംബത്തിൻ്റെ എൻ്റെ ഇഷ്ടമൊക്കെ അതാണ്. പക്ഷേ ഇത് ഈശോയുടെ ഇഷ്ടമായതുകൊണ്ട്, അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു പ്രിയപ്പെട്ടവരെ? വലിയ സന്തോഷത്തോടെ, ഒരു പരിധിവരെയല്ല, ഒരു നല്ലൊരു 99% അവന് രോഗവും ഈശോ പൂർണ്ണമായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇതുവരെ ആ രോഗത്തിന് അസ്വസ്ഥത ഉണ്ടായിട്ടുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ നമ്മളൊക്കെ പ്രാർത്ഥിച്ചിട്ട് ചില കാര്യങ്ങൾ മാറിപ്പോകാതിരിക്കുമ്പോൾ തമ്പുരാനോട് ചേർന്ന് അവിടെ നിൽക്കുക, ഈശോയോട് ചേർന്ന് അവിടെ നിൽക്കുക. ചിലപ്പോൾ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ട് ഈ കാര്യം മാറിപ്പോകുന്നില്ല, എൻ്റെ ജീവിത പങ്കാളിയുടെ കുറവ്, എൻ്റെ മക്കളുടെ കുറവ് മാറിപ്പോകുന്നില്ല. എത്ര നാളായി കർത്താവ് ഇവിടെ വന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. ഒരുപാട് സഹോദരിമാർ, ഒരുപാട് അമ്മമാരുടെ ദുഃഖമാണ്. പക്ഷെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അത് ദൈവത്തിന്റെ ഇഷ്ടമാണെന്ന് അനുസരിച്ച് സ്വന്തം ഇഷ്ടമായിട്ട് സ്വീകരിക്കാൻ പഠിക്കുക. സ്വർഗമാകും കുടുംബം. ഹല്ലേലൂയ. നമ്മൾ ഓർക്കണം, ഇന്ന് പല കുടുംബങ്ങളും സ്വർഗമായി നിൽക്കുന്നതിന്റെ പിന്നിൽ അവിടെ എല്ലാം ഉണ്ട് എന്നതല്ല, മറിച്ച് പ്രിയപ്പെട്ടവരെ അവിടെ അവര് ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിധേയപ്പെടുന്നു. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിധേയപ്പെടുമ്പോൾ ഒന്ന്, കുടുംബത്തിന്റെ മുകളിൽ, ജീവിതത്തിന്റെ മുകളിൽ ദൈവം സ്വർഗം തുറക്കും. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. വലതുകരം ഉയർത്തി, സ്വരം ഉയർത്തി, ഹല്ലേലൂയ, ഹല്ലേലൂയ. 2, ദൈവത്തിന്റെ ഇഷ്ടത്തിന് പ്രിയപ്പെട്ടവരെ ഒരു വ്യക്തി, ഒരു കുടുംബം വിധേയപ്പെടുമ്പോൾ, ദൈവത്തിന്റെ ഇഷ്ടത്തിന് ഒരു വ്യക്തി, ഒരു കുടുംബം വിധേയപ്പെടുമ്പോൾ രണ്ടാമത് സംഭവിക്കുന്ന കാര്യം ഇതാണ്, പരിശുദ്ധാത്മാവ് ഇറങ്ങും. ഹല്ലേലൂയ. ഒരു ദൈവ പൈതൽ, ഒരു ദൈവമകൻ, ഒരു ദൈവമകൾ, എനിക്കിഷ്ടപ്പെടാത്തത്, എനിക്ക് സ്വീകരിക്കാൻ പറ്റാത്തത്, എനിക്ക് ഒറ്റയ്ക്ക് താങ്ങാൻ പറ്റാത്ത ഒരു പ്രതിസന്ധി ദൈവത്തിന്റെ ഇഷ്ടമാണെന്ന് കരുതി ഒരു ദൈവ പൈതൽ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിധേയപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടത്തിന് ഒരു ദൈവ പൈതൽ വിധേയപ്പെട്ട് നിൽക്കുന്നിടത്ത് പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ ഉണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ കാണുന്നു, ഈശോ യോർദാന്റെ കരയിൽ മുട്ടിന്മേൽ നിന്നപ്പോൾ ഈശോയുടെ മുകളിൽ, ഈശോയുടെ തലയ്ക്ക് മുകളിൽ പിതാവ് പരിശുദ്ധാത്മാവിനെ നൽകുന്നു. പരിശുദ്ധാത്മാവിനെ ലഭിക്കും. ദൈവഹിതത്തിന് വിധേയപ്പെടുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന സ്വർഗത്തിന്റെ സമ്മാനമാണ് പരിശുദ്ധാത്മാവ്. ദൈവത്തിന് വിധേയപ്പെട്ടു നിൽക്കുന്ന ഒരു ദൈവ പൈതലിന് സ്വർഗം നൽകുന്ന അനുഗ്രഹമാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ,
ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവുള്ള ജീവിതം അത് നമ്മൾ ഓർക്കുക. പരിശുദ്ധ അമ്മ പറഞ്ഞു, ഇതാ കർത്താവിന് ദാസി. അപ്പോൾ എന്താ സ്വർഗം കൊടുത്ത ഉത്തരം? അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വരും. ഹല്ലേലൂയ. ഇതാ കർത്താവിന് ദാസി എന്ന് പറഞ്ഞ നിമിഷം സ്വർഗം കൊടുക്കുന്ന ഉത്തരവ് ഇതാണ്: അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വരും. ശക്തി നിന്റെ മേൽ വരും. പരിശുദ്ധാത്മാവിനെ കിട്ടുന്നത് ആരുടെ ജീവിതത്തിലോ? പരിശുദ്ധാത്മാവിനെ കിട്ടുന്നത് ദൈവഹിതത്തിന് വിധേയപ്പെടുമ്പോൾ. ഈശോ പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും ജെറുസലേം വിട്ടു പോകരുത്. അവരെന്ത് ചെയ്തു? ഈശോയുടെ കുരിശുമരണത്തിന് ശേഷം അവരിതാ പ്രിയപ്പെട്ടവരെ മാളിക മുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എന്ത് സംഭവിച്ചു? പന്തക്കുസ്ത കടന്നു വരുന്നു. ദൈവം പറഞ്ഞെടുത്ത് നിൽക്കുമ്പോഴാണ് പന്തക്കുസ്ത കടന്നു വരുന്നത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മ നിറവുള്ള ജീവിതം, പരിശുദ്ധാത്മാവുള്ള ജീവിതമാകും. ദൈവഹിതത്തിന് വിധേയപ്പെടുന്ന ജീവിതം പരിശുദ്ധാത്മ നിറവുള്ള ജീവിതമാണ്. പരിശുദ്ധാത്മ കൃപയുള്ള ജീവിതമാണ്. കൃപയുള്ള ജീവിതമായിട്ട് മാറും. ഹല്ലേലൂയ. പരിശുദ്ധാത്മ നിറവുള്ള ജീവിതം, പരിശുദ്ധാത്മ നന്മയുള്ള ജീവിതം, അതായിട്ട് നമ്മുടെ ജീവിതങ്ങൾ മാറണം. അത് ദൈവഹിതത്തിന്. ഇപ്പൊ ദൈവഹിതത്തിന് ഒരു വ്യക്തി, നമുക്ക് എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു കുടുംബനാഥ വലിയ സഹനമാണ്. ദൈവത്തിന്റെ ഹിതം അനുസരിക്കുന്നത് കൊണ്ട് വലിയ പ്രതിസന്ധി, വലിയ സഹനമാണ്. പക്ഷെ ഈ കുടുംബനാഥ പ്രിയപ്പെട്ടവർ ഉറപ്പായിട്ടും ഈശോ പറഞ്ഞു, എൻ്റെ സഹായം നിങ്ങൾക്ക് ലഭിക്കും. ഹല്ലേലൂയ. ഞാൻ അയക്കുന്ന സഹായകൻ വരും, അവൻ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും. നമ്മൾ കണ്ടിട്ടില്ലേ ചില പരിശുദ്ധാത്മ നിറവുള്ള ജീവിതങ്ങൾ? പരിശുദ്ധാത്മ നിറവുള്ള വലിയ സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന, വലിയ നൊമ്പരങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും വലിയ സന്തോഷം. പരിശുദ്ധാത്മ നിറവുള്ള ജീവിതം. ഹല്ലേലൂയ. എന്നുവെച്ചാൽ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിധേയപ്പെടുന്നു. ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിധേയപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിന്റെ നിറവുള്ള ജീവിതമായിട്ട് മാറും. ഹല്ലേലൂയ. അപ്പൊ അവിടെയാണ് പരിശുദ്ധാത്മാവിന്. നിങ്ങൾ ഓർക്കണം, ഈ വചനം മുഴുവനും പരിശുദ്ധാത്മാവിനെ കിട്ടുന്നത് എവിടെയാ? പരിശുദ്ധാത്മാവിനെ കിട്ടുന്നത് എവിടെയാ? ദൈവത്തിന് വിധേയപ്പെടുന്നവർക്കാ. യേശയ്യോട് പറഞ്ഞു, നിന്നെ ഞാൻ അയക്കുന്നു. അപ്പോൾ യേശയ്യ പറഞ്ഞു, ഞാൻ ബാലനാണ്, അശുദ്ധമായ അതിരമുള്ളവനും അശുദ്ധമായ അതിരങ്ങളുള്ളവരുടെ മധ്യ വസിക്കുന്നവനുമാണ്. ഉടനെയാണ് പരിശുദ്ധാത്മാവിന് നൽകുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈശോ പറഞ്ഞില്ലേ, ദൈവരാജ്യം ബലപ്രയോഗത്തിന് വിധേയമാണ്. ഹല്ലേലൂയ. ഈ ബൈബിളിൽ ആരാണ് ബലവാൻ? ഈ ബൈബിളിൽ ആരാണ് ബലവാൻ? ഞാൻ പഠിപ്പിക്കും. ഈ ബൈബിളിൽ ബലഹീനരാണ് ബലവാന്മാർ. ലോകത്തിന്റെ കണ്ണിലൂടെയും ലോകത്തിന്റെ കാഴ്ചപ്പാടിലൂടെയും നോക്കുമ്പോൾ ഒന്നിനും കൊള്ളാത്തവരാണ് പ്രിയപ്പെട്ടവര് ഈ വചനമനുസരിച്ച് ബലവാന്മാർ. ഹല്ലേലൂയ. എനിക്ക് അഭിമാനിക്കാനുള്ളത്, പൗലോസ് പറയും, എനിക്ക് അഭിമാനിക്കാനുള്ളത് എൻ്റെ ബലഹീനതയെ കുറിച്ചാണ്. ഹല്ലേലൂയ. എനിക്ക് അഭിമാനിക്കാനുള്ളത് എൻ്റെ ബലഹീനതയെ കുറിച്ചാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെയാണ് നമ്മൾ ഓർക്കേണ്ടത്, നമ്മളുടെ ജീവിതത്തിൽ കുറവുകൾ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടം പോലെ കുറവുകളുണ്ട്. പക്ഷേ നമ്മൾ ദൈവത്തിന്, ആ കുറവുകളുടെ മധ്യത്തിലും ദൈവത്തിന് വിധേയപ്പെടുക, ആ കുറവുകളുടെ മധ്യത്തിലും ഈശോയോട് ചേർന്ന് നിൽക്കാൻ തീരുമാനം എടുക്കുക. അവിടെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിക്കും. നമ്മൾ ഇന്ന് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവിന് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ചിലർക്ക് എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ കിട്ടാത്തത്? അവര് ദൈവം പറയുന്നിടത്ത് നിൽക്കുന്നില്ല. ദൈവം പറയുന്നിടത്ത് നിൽക്കുന്നവർക്ക് സ്വർഗം നൽകുന്ന സമ്മാനമാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ പദ്ധതി അനുസരിക്കുമ്പോൾ രണ്ടാമത് സംഭവിക്കുന്ന കാര്യം, പരിശുദ്ധാത്മാവിനെ ലഭിക്കും. ഹല്ലേലൂയ. 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 3, ദൈവത്തിന്റെ പദ്ധതി അനുസരിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം. മൂന്നാമത്തേത്, ഇതാ ഈശോയുടെ മുഖത്ത് നോക്കി പിതാവ് വിളിച്ചു പറഞ്ഞു, നീ എനിക്ക് പ്രിയപ്പെട്ടതാണ്. ഹല്ലേലൂയ. നീ എനിക്ക് പ്രിയപ്പെട്ടതാണ്. പ്രിയപ്പെട്ടവരെ, ഈശോയ്ക്ക് പ്രിയപ്പെട്ടവരാണോ നമ്മൾ? ഇത് നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണ്. ഈശോയ്ക്ക് പ്രിയപ്പെട്ടവരാണോ നമ്മൾ? ഈശോയ്ക്ക് പ്രിയപ്പെട്ടതാണോ നമ്മുടെ കുടുംബം? ഒരുപാട് പേര് നമ്മളോട് പറയുന്നുണ്ട്, നിന്നെ എനിക്ക് ഇഷ്ടമാണ്. പ്രിയപ്പെട്ടവരെ, ഈശോയെ നോക്കി പിതാവ് അഭിമാനം കൊള്ളുക, ഇവൻ എൻ്റെ പ്രിയപ്പെട്ട പുത്രനാ. നമ്മളെ ഓർത്ത്, ഇതെനിക്ക് പ്രിയപ്പെട്ട കുടുംബമാ, ഇതെനിക്ക് പ്രിയപ്പെട്ട വ്യക്തിയാ. ഈശോയ്ക്ക് പ്രിയപ്പെട്ടവരാണോ നമ്മൾ? ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ്. ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ, നിങ്ങൾ നോക്കുമ്പോൾ വർഗീസ് അച്ഛൻ, പക്ഷെ നമ്മളിവിടെ ചോദിക്കുന്ന ചോദ്യം, ഈശോയ്ക്ക് പ്രിയപ്പെട്ടതാണോ? ഈശോയ്ക്ക് പ്രിയപ്പെട്ടതാണോ നമ്മുടെ ജീവിതം? പ്രിയപ്പെട്ടവരെ, അത് നമ്മളെല്ലാവരും ചോദിക്കേണ്ട ചോദ്യമാണ്. നമ്മളെല്ലാവരും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, നമ്മുടെ ജീവിതം എപ്പോഴാണ് ഈശോയ്ക്ക് പ്രിയപ്പെട്ടതാകുന്നത്? ഈശോയ്ക്ക് പ്രിയപ്പെട്ടതായിട്ട് മാറുന്നപ്പോഴാണ്. ഞാൻ തെരഞ്ഞെടുത്ത എൻ്റെ ദാസൻ
എൻ്റെ ആത്മാവ് പ്രസാദിച്ചവൻ. പ്രിയപ്പെട്ടവരെ, ഈശോയ്ക്ക് പ്രിയപ്പെട്ടതായിട്ട് നമ്മൾ മാറുന്നത്, ദൈവത്തിന് പ്രിയപ്പെട്ട മക്കളായിട്ട് നമ്മൾ മാറുന്നത് ദൈവ പദ്ധതിയെ അനുസരിക്കുമ്പോഴാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് പ്രിയപ്പെട്ട കുടുംബമായിട്ടൊരു കുടുംബം മാറുന്നത് ദൈവിക പദ്ധതിയെ അനുസരിക്കുമ്പോഴാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നമ്മൾ ചിന്തിക്കണം. ദൈവിക പദ്ധതി അനുസരിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളായിട്ട് നമ്മൾ മാറും. അതാണ് നമ്മുടെ ആഗ്രഹം. അത് നമ്മളായിട്ട് മാറണം. ദൈവത്തിന് പ്രിയപ്പെട്ട മകനായി, മകളായി നമ്മൾ മാറണം. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി, സ്വരം ഉയർത്തി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണ്? എൻ്റെ ജീവിതത്തിൽ ദൈവിക പദ്ധതിയിൽ നിന്ന് എന്നെ അകറ്റുന്നത്. അപ്പോൾ ദൈവിക പദ്ധതിയിൽ നിന്ന് എന്നെ അകറ്റുന്നത്, പ്രിയപ്പെട്ടവരെ, തിന്മയാണ്. എന്നെ അകറ്റുന്നത് പിശാചാണ്. അപ്പോൾ നമ്മൾ ഗൗരവമായിട്ട് കാണേണ്ട കാര്യം, ദൈവത്തിന് പ്രിയപ്പെട്ടതായിട്ടൊരു കുടുംബവും ഒരു ജീവിതവും മാറുന്നത് ദൈവത്തിൻ്റെ പദ്ധതി അനുസരിക്കുമ്പോഴും ദൈവത്തിൻ്റെ പദ്ധതിയോട് വിധേയപ്പെടുമ്പോഴുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 3 കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഒരു ദൈവ പൈതൽ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിധേയപ്പെടുമ്പോൾ, ഒന്ന്, ആ വ്യക്തി നിൽക്കുന്നിടങ്ങളിൽ സ്വർഗം തുറക്കപ്പെടും. ആ വ്യക്തി നിൽക്കുന്നിടങ്ങളിൽ സ്വർഗം തുറക്കപ്പെടും, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. 2, ആ വ്യക്തിയുടെ ജീവിതത്തെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കും. 3, ആ വ്യക്തി, ആ കുടുംബം ഈശോയ്ക്ക് പ്രിയപ്പെട്ട വ്യക്തിയായി, ഈശോയ്ക്ക് പ്രിയപ്പെട്ട കുടുംബമായി മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് ഒരാളുടെ യഥാർത്ഥമായ ദൈവ പൈതൽ, ദൈവമകൻ, ദൈവമകൾ എന്നുള്ള സ്ഥാനം വെളിപ്പെടുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നു, ഒരുപാട് നമ്മൾ ഓടുന്നു, പക്ഷെ എത്രത്തോളം നമ്മൾ ദൈവത്തിൻ്റെ പദ്ധതിയോട് ചേർന്ന് നിൽക്കുന്നവരാണ്? നമ്മൾ ദൈവത്തിൻ്റെ പദ്ധതിയോട് ചേർന്ന് നിൽക്കുന്നവരാണ്. അത് രക്ഷാകരമായിട്ട് മാറും, അത് അനുഗ്രഹമായിട്ട് മാറും, അത് പ്രിയപ്പെട്ടവരെ നന്മയായിട്ട് മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് സാക്ഷ്യമായിട്ട് മാറും, അത് അനേകർക്ക് നന്മയായിട്ട് മാറും. ഇന്ന് നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർ, ദൈവത്തിൻ്റെ പദ്ധതി അനുസരിക്കുന്നവർ, എത്രത്തോളം ഞാൻ മറ്റൊരാൾക്ക് നന്മയായിട്ട് മാറുന്നുണ്ട്, അത് ചിന്തിക്കേണ്ട കാര്യമാണ്. മറ്റൊരാൾക്ക് ഞാൻ നന്മയായിട്ട് മാറുന്നുണ്ടോ? നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ നമ്മളെല്ലാം നമ്മുടെ കാര്യങ്ങളിലേക്ക് മാത്രം ചുരുങ്ങുകയാണ്. ഈശോയെ എന്തിനാ പിതാവ് വെളിപ്പെടുത്തിയത്? അനേകർക്ക് മോചനദ്രവ്യമാകാൻ വേണ്ടി. ഹല്ലേലൂയ. അനേകർക്ക് മോചനദ്രവ്യമാകാൻ വേണ്ടിയാ ഈശോയെ പിതാവ് വെളിപ്പെടുത്തിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നൊക്കെയുണ്ട്, പക്ഷെ ആർക്കും നമ്മളൊന്നും ആകുന്നില്ല, ആർക്കും നമ്മൾ നന്മയാകുന്നില്ല, ആർക്കും നമ്മൾ, പ്രിയപ്പെട്ടവരെ, അത് ദൈവിക പദ്ധതിയല്ല. ഈശോയോട് ചേർന്ന് നിൽക്കുന്നവൻ മറ്റൊരാൾക്ക് നന്മയായിട്ട്, അനുഗ്രഹമായിട്ട് മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ വാട്സപ്പിൽ എൻ്റെ ഒരു സുഹൃത്ത്, ഇപ്പോൾ വാട്സപ്പിൻ്റെ കാലമല്ലേ, എൻ്റെ വാട്സപ്പിൽ എൻ്റെ ഒരു മംഗലപ്പുഴ സെമിനാറിലെ ബാച്ചുകാരുണ്ട്. അപ്പോൾ അവരൊരു മെസ്സേജ് അയച്ചത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു മെസ്സേജ്, ഒരു കഥയാണോ സംഭവമാണോ എന്നറിയില്ല, പക്ഷെ എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചു. സംഭവം ഇതാ: ഒരാൾ സ്കൂട്ടറിൽ പോകുന്നു, ഒരു ലോറി, ഒരു വണ്ടി വന്ന് ഇദ്ദേഹത്തെ ഇടിച്ചു. വണ്ടി ഇദ്ദേഹത്തെ ഇടിച്ചിട്ട് കഴിഞ്ഞാൽ വണ്ടി നിർത്താതെ പോവുകയാണ്. വണ്ടി നിർത്താതെ പോകുന്നു. ഉടനെ ഇടിച്ചിട്ടവൻ ഇങ്ങനെ വണ്ടി ഇടിച്ച് റോട്ടിൽ കിടക്കുക. അപ്പോൾ വണ്ടി നിർത്താതെ പോകുന്ന വണ്ടിയുടെ പുറകിലേക്ക് നോക്കിയപ്പോൾ പുറകിൽ കൈവച്ച് നിൽക്കുന്ന കർത്താവ്, കൊഴലൂതി നിൽക്കുന്ന കൃഷ്ണൻ, ചന്ദ്രക്കല, 3 മതമുണ്ട്, 3 ദൈവമുണ്ട്. അവൻ വണ്ടി ഒരുത്തിന് ഇടിച്ചിട്ടിട്ട് വണ്ടി നിർത്താതെ പോവുകയാണ്. അപ്പോൾ ഇവനിങ്ങനെ വഴി കിടക്കുന്നവൻ കിടന്ന് നിലവിളിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാറ് പോവുകയാണ്. അവൻ നിലവിളിച്ചിട്ടും ആ കാർ നിർത്തിയില്ല. അവൻ ആ കാറിൻ്റെ പുറകിലേക്ക് നോക്കി. അപ്പോൾ ആ കാറിൻ്റെ പുറകിൽ എഴുതി വെച്ചിരിക്കുക, ഗിഫ്റ്റ് ഓഫ് ഗോഡ്. അത് കഴിഞ്ഞപ്പം 3 പിള്ളേര്, 3 ബൈക്ക് വന്നു. ഫ്രീക്കം പിള്ളേരെന്നൊക്കെ നമ്മൾ പറയാല്ലേ, മുടിയൊക്കെ ഇങ്ങനെ ആക്കിയിട്ട്, ഇവിടെ കീറി ഇതൊക്കെ ഇട്ട്, ജീൻസൊക്കെ ഇട്ട്, അവന്മാർ ഒച്ചപ്പാടെടുത്ത് വരുമ്പോഴാണ് ഒരു ചേട്ടൻ്റെ വഴി കിടക്കുന്നു. ഇവന്മാർ 3 പേരും ചാടി ഇറങ്ങി ഈ ചേട്ടനെ കൊണ്ടുപോയി ആശുപത്രിയിലാക്കി രക്തമൊക്കെ കൊടുത്തു. രക്തം കൊടുത്ത് ഈ പിള്ളേർ പോകാൻ നോക്കുമ്പം ഈ മനുഷ്യൻ ഈ പിള്ളേരിട്ടിരിക്കുന്ന ബനിയനിലേക്ക് നോക്കി. ബനിയനിൽ എഴുതി വെച്ചിരിക്കുക, ബാഡ് ബോയ്സ്. പ്രിയപ്പെട്ടവരെ, ഇടിച്ചിട്ട് നിർത്താതെ പോയ വണ്ടിയുടെ പുറകിൽ ക്രിസ്തുവിൻ്റെ ദൈവങ്ങളുടെ പടം.
ഇടിച്ചവൻ കൈനീട്ടിയപ്പോൾ മുമ്പിലൂടെ പോയ വണ്ടിയിൽ എഴുതി വെച്ചിരിക്കുന്നു ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ഇവരെല്ലാം പോയി കഴിഞ്ഞപ്പോൾ ഇവനെ കൊണ്ടുപോയി ആശുപത്രിയിൽ കിടത്തി സ്വന്തം രക്തം കൊടുത്ത് അത്യാവശ്യ പണവും കൊടുത്തിട്ട് പോകുന്ന പിള്ളേരുടെ ബനിയനിൽ എഴുതി വെച്ചിരിക്കുന്നു ബാഡ് ബോയ്സ്. ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളുടെ ക്രിസ്തു അനുഭവം മറ്റൊരാൾക്ക് നന്മയാകുന്നുണ്ടോ? നമ്മുടെ ക്രിസ്തു അനുഭവം മറ്റൊരാൾക്ക് രക്ഷയാകുന്നുണ്ടോ? വളരെ ഉയർത്തി, സ്വരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയെന്ന്, ഈശോയെ പിതാവ് വെളിപ്പെടുത്തുക എന്തായിട്ട്? രക്ഷകനായിട്ട്. ദൈവത്തിന്റെ പദ്ധതിയെ അനുസരിച്ച് നിൽക്കുന്ന ഈശോയെ പിതാവ് വെളിപ്പെടുത്തുകയാണ് രക്ഷയായിട്ട്. അതിന് കൂട്ടെന്താ? രക്ഷയാകാനുള്ള കൂട്ടെന്താ? അവൻ നിൽക്കുന്നിടത്ത് സ്വർഗം തുറക്കപ്പെടും. അവൻ നിൽക്കുന്നിടത്ത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഉണ്ടാകും. അവന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ കൃപയുണ്ടാകും. അവൻ ദൈവത്തിന് പ്രിയപ്പെട്ടതായിട്ട് മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം ഈശോയുടെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് ഈശോ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ നമ്മൾ ആഗ്രഹിക്കുക. നമ്മുടെ ജീവിതത്തിൽ മാമോദിസായിലൂടെ കിട്ടിയ കൃപയും അഭിഷേകവും നവീകരിക്കേണ്ട സമയം. നമുക്ക് എല്ലാവർക്കും ഈശോയുടെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഒന്ന് എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ കൂപ്പുക, കണ്ണുകളടയ്ക്കുക. കരങ്ങൾ കൂപ്പി കണ്ണുകളടയ്ക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. ഞാനൊരു ഭർത്താവാകാം, ഭാര്യയാകാം. എൻ്റെ കുടുംബം ദൈവത്തിന് ഇഷ്ടപ്പെട്ട, ദൈവത്തിൻ്റെ ഹിതമനുസരിക്കുന്ന കുടുംബമാണോ? ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് നിൽക്കുന്ന കുടുംബമാണോ? നമുക്ക് ഗൗരവമായിട്ട് ഈശോയുടെ മുമ്പിൽ ചിന്തിക്കാം. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് പ്രിയപ്പെട്ടവരെ, ഈ മണിക്കൂറിൽ ആഴമായിട്ട് ചിന്തിക്കുക. നമ്മൾ കണ്ടു, ഈശോയുടെ ഇഷ്ടത്തിന്, ഈശോയുടെ ഹിതത്തിന് ഒരു കുടുംബം വിധേയപ്പെട്ട് നിൽക്കുമ്പോൾ, ഈശോയുടെ ഹിതത്തിന് ഒരു കുടുംബം അനുസരണയോടെ നിൽക്കുമ്പോൾ, ആ കുടുംബത്തിൻ്റെ മുകളിൽ പരിശുദ്ധാത്മാവ് വരും. ആ കുടുംബം ഈശോയ്ക്ക് പ്രിയപ്പെട്ടതായിട്ട് മാറും. ആ വ്യക്തി ഈശോയ്ക്ക് പ്രിയപ്പെട്ടതായിട്ട് മാറും. ആ വ്യക്തി, ആ കുടുംബത്തിൻ്റെ മുകളിൽ ദൈവം സ്വർഗം തുറക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുക. ദൈവഹിതത്തിന് വിധേയപ്പെടാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈശോയെ, എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ജോലി മേഖലയിൽ, എൻ്റെ വരുമാന മാർഗത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം, പ്രിയപ്പെട്ടവർ രക്ഷാകര ചരിത്രം അനുസരിക്കുന്നവരുടെ ചരിത്രമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു നിമിഷം പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇരുകരങ്ങളും ഉയർത്തി ഈ മണിക്കൂറിൽ നമുക്ക് കിട്ടിയ വചനത്തിൻ്റെ അഭിഷേകം കൃപയാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ ജീവിതം, എൻ്റെ കുടുംബം, ഞാനെന്ന ദൈവമകൾ ഈശോയ്ക്ക് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. ഈശോയുടെ ഇഷ്ടമനുസരിച്ച് നിൽക്കുന്ന വ്യക്തിയാണ്. ഈശോയെ, ഈ ഹാളിൽ നിൽക്കുന്ന, ഈ മണ്ണിൽ നിൽക്കുന്ന എല്ലാ വ്യക്തികളെയും, എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിധേയപ്പെടുവാൻ കൃപ നൽകണേ. കരങ്ങൾ ഉയർത്തി, സ്വരം ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. യേശുവേ നന്ദി. Hallelujah, hallelujah, hallelujah.